ഒരിക്കൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേവാലയത്തിൻ്റെ നടുവിൽ ഒരു ഭിക്ഷക്കാരൻ, മുടന്തനായ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. പത്രോസിനെയും യോഹന്നാനെയും ദേവാലയത്തിൽ കടക്കുന്നത് കണ്ട് ആ ഭിക്ഷക്കാരൻ അവരെ ഉറ്റുനോക്കി. വല്ലതും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചു. പത്രോസും യോഹന്നാനും കൂടെ ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ പക്കൽ ഇല്ല, ഞങ്ങളുടെ പക്കലുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ കരത്തെ പിടിച്ചപ്പോൾ അവന്റെ നരിയാണികൾ ബലപ്പെട്ടു, അവൻ സൗഖ്യം പ്രാപിച്ചു. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് കുറച്ച് പണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നാണ്. പണമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, പണത്തിനും അപ്പുറമായി ഒന്ന് ഈ ലോകത്ത് ഉണ്ട്, വിലപ്പെട്ടതായിട്ട്. അത് യേശു കർത്താവാണ്. നമ്മൾ അറിയാം, ചില രോഗങ്ങളെ ഡോക്ടർമാർ അവസാനം ഇതെഴുതും, ഞങ്ങളെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ഇനി എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. അതെ, വൈദ്യസഹായത്തിന് പോലും പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന് പരിമിതികൾ ഇല്ല. പണത്തിന് നമ്മുടെ പാപത്തെ മാറ്റുവാനോ നമ്മളെ നിത്യരാജ്യത്തിൽ ചേർക്കുവാനോ കഴിയില്ല. യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. നമ്മുടെ പാപത്തെ മായ്ക്കുവാനും നമ്മളെ നിത്യരാജ്യത്തിൽ ചേർക്കുവാനും ആ നിത്യസന്തോഷത്തിലേക്കും നിത്യസമാധാനത്തിലേക്കും എത്തിക്കുവാൻ ജീവനുള്ള യേശു കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. പത്രോസ്ലീഹ ഒരിക്കൽ ഇങ്ങനെ കൂടെ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു കർത്താവ് എന്നല്ലാതെ മറ്റൊരു നാമവുമില്ല. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.